ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതിയിൽ, അതായത് നമ്മുടെ നാരണമുടി പഞ്ചായത്താണ്. നാരണമുടി പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി 2025-26 നമുക്ക് ജീവൻ വിതരണത്തിന് നമുക്ക് കിട്ടിയത് ജീവനാണത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതുപോലെ മിക്കവർക്കും അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ജീവനും നമുക്ക് ഈ ഡീകോം സാധനം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചകിരിച്ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. അങ്ങനെ നമുക്കിത് അറേഞ്ച് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മളതിൻ്റെ ബേസാണിത്. അതായത് അടിവശം നമുക്ക് താഴെ പോകാത്ത ബേസുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ഇതിനകത്തൊരു കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് വേണ്ടത് ഈ ഒരു അതിൻ്റെ ഒരു കവറ്, ഈച്ചയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു കവർ വെക്കുന്നുണ്ട്. ഈ കവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ആദ്യത്തെ ഒരെണ്ണം സെറ്റാക്കാം. അതുപോലെ ഈ സെറ്റാക്കിയതിനകത്താണ് നമ്മൾ വേസ്റ്റൊക്കെ ഇടേണ്ടത്. അത് വേസ്റ്റ് ഇട്ടതിന് ശേഷം അടച്ചു വെക്കാനുള്ള അടപ്പുണ്ട്. സാധനങ്ങളൊന്ന് തിരിച്ചെടുത്തു. നമുക്ക് ഈ ആദ്യം ഇതിനകത്തിൽ ഈ നമുക്ക് വീഴുന്ന വെള്ളങ്ങളൊക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ പച്ചക്കറിയും മറ്റു ഐറ്റങ്ങളൊക്കെ ഇടുമ്പം ഇതിനകത്തിൽ വെള്ളം വരും. അപ്പോൾ ഈ വെള്ളം നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഡീകോമിൽ കുറച്ച് ഇതിനകത്ത് ഇട്ട് വെക്കുകയാണ്. നമുക്ക് ഈ ഒരളവ് വരെ, അതായത് ഇതിൻ്റെ ഈ ഒരു പോഷൻ കാണുന്നതിനും വരെ നമുക്ക് ഇട്ട് വെക്കുകയാണ്. ഇതിനകത്ത് മറ്റ് കെമിക്കലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടൊക്കെ എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചകിരിച്ചോറാണ്. ഇതിൻ്റെ പൊടിയുണ്ട്. പൊടി ഉള്ളതുകൊണ്ട് അലർജി ഉള്ളവർ മാസ്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിടുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വരും. നമ്മളിപ്പം വെള്ളം ഉള്ള ഐറ്റങ്ങളൊന്നും ഇതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല, ഇടാൻ പറ്റത്തില്ല. അത് അല്ലാതുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമ്മൾ അരിഞ്ഞ് ചെറിയ പീസുകളൊക്കെയായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ പച്ചക്കറി വേസ്റ്റ് നമ്മളിപ്പോൾ തണ്ണിമത്തൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള വാട്ടർ കണ്ടൻ്റുള്ള പച്ചക്കറികളൊക്കെ ഇടുമ്പോഴേ അത് ഈ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ട് ഇത് നമുക്ക് വെള്ളം അതിൻ്റെ കൂടി വരുമല്ലോ, ആ വെള്ളം അബ്സോർവ് ചെയ്തെടുക്കാനുള്ളൊരു സംഗതിയാണിത്. ഇതിനകത്തിൽ നമുക്കിനി വെക്കേണ്ടത് ഈ ഒരു സംഭവമാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് നെറ്റാണ്, ഈ നെറ്റ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പോർഷനാണ് നമുക്ക് ഇതിനകത്ത് നോക്കണം. നമ്മൾ ഈ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഈ പിടിയുള്ളത് നമ്മൾ മുകളിൽ വരുന്നതാണ്. താഴെ നമ്മൾ ആ നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ഇത് ഫിറ്റിംഗ് ആയി. ഇതിനകത്താണ് നമ്മൾ ഇനിയും ഈ ഡീകോം ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് ഡീകോം അത് ഈ നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് നിറഞ്ഞിരിക്കുന്നതിനും വരെ അത് കാണാത്ത രീതിയിൽ ചെറിയ ഒരു 1-1.25 ഇഞ്ച് കനത്തിൽ നമുക്ക് ആ നെറ്റ് മറയുന്ന രീതിയിൽ ഡീകോം ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറികൾ ഇട്ട് കൊടുക്കേണ്ടത്. പച്ചക്കറി ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞ കഷ്ണങ്ങളാക്കി ചെറിയ രീതിക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഇതിടുന്നതെങ്കിൽ നമുക്ക് ഈ ഡീകോം അധികം ഉപയോഗിക്കാതിരിക്കാം. കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ പച്ചക്കറി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഡീകോമും ഇതിനകത്ത് ഇടണം. അതായത് ഈ ചകിരിച്ചോറുമൊക്കെ നമുക്ക് ഇതിനകത്ത് ഇടണം. അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇടുകയാണെങ്കിൽ നമുക്കത് അധികം യൂസ് ചെയ്യാതിരിക്കാം. കാരണം ഇതിന് മണ്ടയ്ക്ക് വെതറി കൊടുക്കണം. നമ്മൾ ഈ പച്ചക്കറി ഇട്ടതിന് ശേഷം ദിവസവും ഇളക്കിയും കൊടുക്കണം, അതായത് പുഴുവൊക്കെ വരാതിരിക്കാൻ. അതുപോലെ വെള്ളം നമ്മൾ അതിനകത്ത് വീഴരുത്. അതുപോലെ പച്ചക്കറികൾ നമ്മൾ വീട്ടിലെടുത്ത് വെച്ച പച്ചക്കറികൾ അധികം നേരം തുറന്നു വെക്കാതെ അടച്ചു വെച്ചതിന് ശേഷം, പച്ചക്കറി വേസ്റ്റൊക്കെ ആണെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇടാൻ ശ്രദ്ധിക്കണം. കാരണം ഈ പച്ചക്കറി പുറത്ത് നമ്മൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയൊക്കെ വന്ന് അതിൽ മുട്ടയിടും. അപ്പോൾ ആ ഈച്ചകൾ മുട്ടയിടുന്നതിനകത്ത് കിടന്ന് നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പുഴു വരും, പിന്നെ സ്മെല്ല് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പച്ചക്കറികൾ കട്ട് ചെയ്തിടണം. പിന്നെ പേപ്പർ, അതുപോലെ പ്ലാസ്റ്റിക്, ചിരട്ട, ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് നമുക്കിത് ദ്രവിച്ചു പോകത്തില്ല. ദ്രവിച്ചു പോകുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റുകളും ഇതിനകത്തിടാം. അത് നമുക്കിത് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാണ്. ഈ ഡീകോം നമുക്കൊരു 1 ഇഞ്ച് കനത്തിലൊക്കെ നമുക്കിത് ഡീകോം ഇതിലോട്ട് ഇടുവാണ്. അതിനകത്ത് ഇത് വെക്കുന്ന സ്ഥലം നിങ്ങൾ വെള്ളം
അതായത് ഇത് ഡയറക്റ്റ് മഴവെള്ളമോ അല്ല മറ്റ് കാര്യങ്ങളൊന്നും വീഴാത്ത സ്ഥലത്ത് നല്ല പൊടിയുണ്ട്. അലർജി ഇല്ലാത്തത് ഞാൻ മാസ്ക് ഒന്നും വെച്ചില്ല. നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യണം. നല്ല പൊടിയുണ്ട്. ഇത് നമ്മളിപ്പം ഇട്ട് സെറ്റാക്കി. ഇനി ഇതിനകത്താണ് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുന്നത്. അതിപ്പോൾ ഒരു നിരത്തിയിടാൻ ശ്രദ്ധിക്കണം. ഒരിടത്തുകൊണ്ട് കൂട്ടിയിടാതെ ഫുള്ള് നിരത്തിയിടണം. ഏതാണ് അരിഞ്ഞ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇപ്പോൾ ഇട്ട പോലെ നിരത്തി ഇട്ടതിന് ശേഷം ഈ ഡീക്കോം കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് അടച്ചു വെക്കണം. നമ്മൾ പിറ്റേ ദിവസം ഇതിനകത്ത് ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് ഇളക്കുകയും ചെയ്യണം. നല്ല രീതിയിൽ ഇളക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ദിവസത്തെ ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടി. കാരണം ഇത് ഇളക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഇടത്തും ഇതൊന്ന് എത്തിപ്പെടാനും എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ അംശങ്ങൾ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഡെയിലി ഇതിപ്പോൾ അടച്ചു വെക്കണം. ഈ രീതിക്ക് അടച്ചു വെക്കണം. ഇതിൻ്റെ ഒരടപ്പ് കൊണ്ട് ഈ ഒരു അടപ്പ് കൊണ്ട് വെക്കണം. കാരണം ഈച്ചയൊക്കെ അതിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ സീറ്റിംഗ് ആയിട്ട് അടച്ചു വെക്കും. അപ്പോൾ ഇത് നമ്മൾ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോസ് ചെയ്യുന്ന ബട്ടണുണ്ട്. ഇത് ക്ലോസിങ് ബട്ടണാണ്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഓപ്പണായിട്ട് ചെയ്യുന്നൊരു ബട്ടണാണ് ഞാൻ വെക്കുന്നത്. നമുക്കത് ഇത് ക്ലോസ് ചെയ്യുന്നൊരു ബട്ടണുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അടുത്ത നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. മുകളിലോട്ട് വെക്കാം. ഇത് താഴെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഒരു 30 ദിവസം 40 ദിവസം കഴിയുമ്പോഴത്തേന് ദ്രവിച്ച് നമുക്ക് കമ്പോസ്റ്റായിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. എല്ലാവരും വീട്ടിൽ എല്ലാ പഞ്ചായത്തുകളിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജനകീയാസൂത്രണ പദ്ധതി വരുമ്പം അതിൽ അപേക്ഷ കൊടുക്കുക. ജീവൻ എന്നാണ് ഇതിൻ്റെ പേര്. 430 രൂപയൊക്കെ നമ്മൾ പഞ്ചായത്തിൽ ഇതിൻ്റെ അടയ്ക്കേണ്ടതുണ്ട്. നമുക്ക് ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടും. ഈ 2 സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വാങ്ങിക്കണം. വേസ്റ്റൊക്കെ പറമ്പിലേക്ക് വലിച്ചെറിയാതെ നമ്മുടെ വീടുകളിലൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കും.